കഴിഞ്ഞ പണി കഴിഞ്ഞോ? ഫ്രണ്ട്സ്, അപ്പം നല്ല ചൂടാണല്ലേ പുറത്തൊക്കെ, എന്ത് ചൂടാല്ലേ. അപ്പം ചൂടൊക്കെ തണുപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് പുതിയ എന്തോ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാണ്ഡക്കെട്ടിലാണ് അതിലുള്ള ഐറ്റംസ് എന്ന് തോന്നുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു ഇതാവാ മേലെ പോവാന്ന് പറഞ്ഞൊരു ബക്കറ്റും പാട്ടൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീടിന്റെ മേലാട്ടോ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മേലായതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. അപ്പം അത് നമ്മൾ ടെറസിന്റെ മേലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് പോവാ, മേലെ പോവാ, മേലെ പോവാ. എവിടെ? അപ്പൊ ഇതൊക്കെ ബേക്കിൽ തന്നെ നമ്മളും പോകുന്നുണ്ട് കേട്ടോ. മേലെ എന്താ പരിപാടി എന്നറിയില്ല, കുറച്ച് പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണല്ലോ. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് കാണാൻ വേണ്ടി നമ്മളും എത്തിട്ടോ. ഇപ്പത്തെ മെയിൻ വില്ല മൂപ്പരാണ് കേട്ടോ. അപ്പൊ ഈ സൂര്യൻ ഉണ്ടാക്കുന്ന എഫക്റ്റ് കൊണ്ട് നമുക്ക് താഴത്ത് നിൽക്കാൻ വയ്യ. അപ്പൊ അങ്ങനെ മേലെ കയറിയതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മക്കൾ കയറി ഇവിടെ കളിക്കലുണ്ട്, അത് ഇവിടെ കാണാനും ഉണ്ട്. അപ്പൊ ഈ ഓടും കഷ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആദ്യം മാറ്റിയാലാണ് നമ്മളെ പരിപാടി ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്കാക്ക് കൊണ്ടുവന്ന ആ ഒരു പൊതിയിലുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ചാക്കാണ്. അപ്പൊ കുറച്ച് ചാക്കൊക്കെ ആയിട്ട് ഇക്കാക്ക് ഒന്ന് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ വന്നതാണ് കേട്ടോ. അളന്നൊക്കെ നോക്കി സെറ്റാക്കി കുട്ടിപ്പുറ കെട്ടാനല്ല കേട്ടോ, ഇവിടെ വേറെ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ചാക്കൊക്കെ വിരിച്ച് തുടങ്ങിയിരിക്കുന്ന ആള്. അപ്പൊ ഇനിയും ലോഡ്സ് ഓഫ് ചാക്ക് വെയിറ്റിംഗ് ഫോർ ഇക്കാക്ക്. അപ്പൊ ഇക്കാക്ക് ഇതൊക്കെ എടുത്ത് ഇവിടെ ആദ്യം സെറ്റ് ചെയ്യണം, അതിന് ശേഷമാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചൂട് കുറയോ നോക്കാനുള്ള നമ്മളുടെ ഒരു കണ്ടുപിടുത്താണ് കേട്ടോ ഇത്. അപ്പൊ ഇക്കാക്ക് കണ്ണൂരിലൊക്കെ നോക്കി വിജയിച്ചിക്കണെന്നാ പറഞ്ഞത്. ഇത് AC വരെയുള്ള വീടാണ്, പക്ഷെ നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചാക്കിയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് 5-6 ചാക്കും കൊണ്ട് വീട്ടിലെ ചൂടൊക്കെ തണുപ്പിച്ച് തരാന്ന് പറഞ്ഞ ഇക്കാക്ക് വന്നതാണ്. അപ്പൊ ഇത് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചൂട് കുറയ്ക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ സമയം ഒരു 5 മണി ആയിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഉച്ചക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ചാക്കൊക്കെ ഉണങ്ങി പോകും. നമ്മളിതാ വെള്ളം ഒഴിക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഉച്ചക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളിതാ ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ അകത്ത് ഫാനൊക്കെ ഇട്ടാൽ നല്ല ചൂട് കാറ്റാട്ടോ വരുന്നത്. അപ്പൊ ആ ഒരു സംഭവം മാറ്റാൻ വേണ്ടി ടെറസിനൊന്ന് തണുപ്പിക്കാന്നാ വിചാരിച്ചത്. അപ്പൊ ഇതാ ചാക്കിലൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാണ് ആദ്യം നമ്മള്. ഈ ഒരു 8-9 ചാക്കിട്ട് വെള്ളം നനച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ ചൂട് തണിയൊന്നുമില്ല കേട്ടോ. നൈറ്റ് ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ മേലെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പൊ മൊത്തമായിട്ട് കവർ ചെയ്തിട്ടൊന്നും ഇല്ല, ഉള്ള ചാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഇന്ന് രാത്രി റൂമിൽ കിടന്നുറങ്ങിയിട്ട് നോക്കണം ഇത് എഫക്റ്റ് ആവുന്നുണ്ടോ, ചെറുതെങ്കിലും തണുപ്പ് അടിക്കുന്നുണ്ടോ എന്നുള്ളത്. ബാക്കി ചാക്ക് നാളെ കൊണ്ടുവന്നിട്ടേ ബാക്കി അറിയുള്ളൂ. അപ്പൊ നമ്മളിതാ ജസ്റ്റ് ടെറസിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തണുപ്പിക്കാന്ന് വിചാരിച്ചു. കളിക്കുന്നത് മണ്ടൻകളിയാണോ, ഇക്കാക്കന്റെ ബുദ്ധി വിമാനമാണോ, റോക്കറ്റ് ആണോ, അതോ ചീറ്റി പോവെന്നൊക്കെ ഉള്ളത് നാളെ പറയാട്ടോ. സമയം 5 മണി. ടെറസ് നല്ല ചൂടാണ് കേട്ടോ. അതാ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പൊന്തുമല്ലോ, ഒരു സൗണ്ട് ഒക്കെ കേൾക്കുമല്ലോ. അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴും ടെറസ് ഉള്ളത്. അപ്പൊ നമ്മൾ മീക്കൂസ് ഭയങ്കര ഹാപ്പിയാണ്. വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ മീക്കൂസ് അതിൻ്റെതായ ഹാപ്പിയിൽ ഓടി നടക്കാണ് കേട്ടോ. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെറസിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നൈറ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ, എങ്ങനെ ഉണ്ട്, ചൂട് കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന് മുമ്പ് ഇങ്ങനെ ട്രൈ ചെയ്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ.